കന്നഡയും കൈരളിയും കൈകോർക്കുന്ന സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ഒരുപാട് രാഷ്ട്രീയ യാത്രകൾക്ക് തുടക്കം കുറിച്ച മണ്ണാണ് കാസർഗോഡിന്റെ മണ്ണ്. ആ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ഫെബ്രുവരി 6 മറ്റൊരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഒരു തീർത്ഥയാത്ര പോലെ ആ യാത്ര തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ മാറി മറിയുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ അവകാശവാദം. യാത്ര നടത്തുന്നത് മറ്റാരുമല്ല, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ആ യാത്ര ഒരു തീർത്ഥയാത്ര പോലെ കടന്നു വരുമ്പോൾ കേരളത്തിന്റെ മണ്ണിൽ മാറ്റത്തിന്റെ ശങ്കുലി നാദമുയരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു യാത്ര 10 വർഷമായി കേരളം ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു സർക്കാരിനെതിരായ വിധിയെഴുത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ, UDFന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ യാത്ര. ഈ യാത്ര തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുമ്പോൾ മാർച്ച് മാസം അവസാനത്തോടുകൂടി പ്രഖ്യാപിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗികമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് UDF തുടക്കം കുറിക്കുകയാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങൾ, കാസർഗോഡ് ജില്ലയിലെ കർണാടകയുമായി ചേർന്നു നിൽക്കുന്ന മഞ്ചേശ്വരം മുതൽ ഇങ്ങ് തമിഴ്നാടുമായി കൈകോർക്കുന്ന പാറശാല വരെയുള്ള മണ്ഡലങ്ങൾ, ആ 140 മണ്ഡലങ്ങളിൽ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും വരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് നാഴികക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയേറെ ആത്മവിശ്വാസമുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ കാര്യങ്ങൾ നിരത്താൻ 100 നമ്മൾക്ക്. കാരണം ഈ സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായി നടന്ന തൃക്കാക്കർ ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലുമെല്ലാം കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും മിന്നും വിജയമുണ്ടാകുമെന്ന് പ്രവചിച്ചപ്പോൾ കേരളത്തിൽ ഒരുപറ്റം മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരെന്ന് പറയുന്ന ആളുകൾ പോലും അതിനോട് മുഖം ചുളിച്ചപ്പോൾ റിസൾട്ട് പുറത്തു വന്നപ്പോൾ വി ഡി സതീശൻ പറഞ്ഞതുപോലെയുള്ള മിന്നും വിജയമാണ് കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും സ്വന്തമാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഫെബ്രുവരി 6 സപ്തഭാഷാ സംഘഭൂമിയായ കാസർഗോഡ് നിന്ന് തുടക്കം കുറിക്കുന്ന വി ഡി സതീശന്റെ ആ തീർത്ഥയാത്ര പോലെയുള്ള കേരള യാത്ര കേരളത്തിലെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുമെന്നാണ് ഐക്യമുന്നണിയുടെ കണക്കുകൂട്ടൽ. എന്തൊക്കെയാണ് ഈ ജാഥയിൽ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം? എന്താണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം? നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലാണ് ഏകോപിപ്പിക്കാൻ പോകുന്നത്? വിശദമായി പരിശോധിക്കാം. സൗവർണിക PS ആണ് കൂടിയുള്ളത്. ഫെബ്രുവരി 6 കാസർഗോഡ് മഞ്ചേശ്വരത്തു നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന ആ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഒരു തീർത്ഥയാത്രയ്ക്ക് സമാനമായ യാത്ര. കേരളം 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കുറ്റപത്രവുമായാണ് ഈ യാത്ര എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഈ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലൂടെ ഈ യാത്ര സഞ്ചരിക്കുകയാണ്. ആദ്യം സപ്തഭാഷാ സംഘഭൂമിയായ കാസർഗോഡ് നിന്ന് ആരംഭിച്ച കൊലപാതക രാഷ്ട്രീയത്തിന്റെ വിളഭൂമിയാക്കി CPM മാറ്റിയ കണ്ണൂരിൽ യാത്ര എത്തുകയാണ്. തുടർന്ന് മലയോര കർഷകന്റെ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞ് വയനാട്ടിലും മലബാറിന്റെ ആസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന കോഴിക്കോടും ഏറനാടൻ പോരാട്ട ഭൂമികയുടെ വിളഭൂമിയായി മാറിയ വയനാട്ടിലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെൽകർഷകരുള്ള പാലക്കാടും അതോടൊപ്പം തന്നെ തുടർന്ന് ശക്തന്റെ മണ്ണായ തൃശ്ശൂരും കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്തും കായലിന്റെയും കയറിന്റെയും നാടായ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ഇടുക്കിയിലും പരിപാവനമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മതമൈത്രിയുടെ പ്രതീകമായ പത്തനംതിട്ടയിലും അതോടൊപ്പം തന്നെ കശുവണ്ടിയുടെ നാടായ കൊല്ലത്തും തുടർന്ന് അക്ഷര നഗരിയായ കോട്ടയത്തും ഏറ്റവും അവസാനം അനന്തപത്മനാഭന്റെയും അയ്യങ്കാളിയുടെയും മണ്ണായ തിരുവനന്തപുരത്തും ഈ യാത്ര എത്തിച്ചേരുകയാണ്. ഇത്തരത്തിൽ 14 ജില്ലകളിൽ ഒരു തീർത്ഥയാത്ര കണക്കെ ആ വി ഡി സതീശന്റെ യാത്ര വരുമ്പോൾ അത് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ കാഹളം മുഴക്കുന്ന യാത്രയായിരിക്കുമെന്ന കാര്യത്തിൽ സൗവർണികയ്ക്ക് സംശയമുണ്ടോ? ഒരിക്കലും ഒരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, ഈ പറയുന്ന പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് കോൺഗ്രസിനും UDFനും ഉണ്ടായത്. അപ്പൊ വേണമെങ്കിൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ ഈസി തെരഞ്ഞെടുപ്പാണ്. വലുതായി പണിയെടുത്തില്ലെങ്കിലും തങ്ങൾക്ക് ജയിച്ചു പോകാവുന്ന ഒരു ട്രെൻഡാണ് ഇപ്പൊ കേരളത്തിൽ ഉള്ളത് എന്ന് അറിയാമെങ്കിൽ കൂടിയും വെറുതെ ഇരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. ഏത് വിധേനയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ
നല്ല നല്ല ഇലക്ഷൻ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് വി ഡി സതീശന്റെ യാത്ര. നമുക്കറിയാം ഈ CPM തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോ അമ്പെ പരാജയപ്പെട്ടു. ആ പരാജയത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ PR ഗിമ്മിക്കുകൾ, ഈ CPM വീട് സന്ദർശനവുമായി പോകുമ്പോൾ നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ്, MA ബേബിയൊക്കെ വീട്ടിൽ പോയി പാത്രം കഴുകി കൊടുത്ത് അത്തരം PR-കൾ നടത്തുമ്പോൾ മറുവശത്ത് 14 ജില്ലയിലൂടെയും യാത്ര കടന്നു പോകുന്നു. 14 ജില്ലക്കാരോടും സംസാരിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ തങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് 14 ജില്ലയിലുള്ളവരുടെ അടുത്തും എത്തിക്കുന്നു. അതൊക്കെയാണ് ഈ യാത്രയിലൂടെ വി ഡി സതീശൻ ലക്ഷ്യം വെക്കുന്നത്. ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. കാര്യം 10 വർഷമായി അല്ലെങ്കിൽ 9.5 വർഷത്തിനിപ്പുറം പ്രതിപക്ഷത്താണ്, ഭരണമില്ല. അപ്പൊ ഭരണം തിരിച്ചു പിടിക്കണം, അതിനുവേണ്ടിയുള്ള യാത്രയാണ്. അതിനൊക്കെ അപ്പുറം ജനങ്ങളുമായി അടുത്ത് ഇടപെടുന്ന ഒരു യാത്ര. നമുക്കറിയാം കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ യാത്ര എന്ന് പറയുന്നത് ജനസമ്പർക്ക പരിപാടിയായിരുന്നു. അതും ഒരു യാത്രയായിരുന്നു 14 ജില്ലകളിലൂടെ. അതിനിപ്പുറം പ്രതിപക്ഷ നേതാവ്, നമുക്കറിയാം ഭാരത് ജോഡോ യാത്ര, രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് കേരളം മുഴുവൻ ഏറ്റെടുത്തൊരു യാത്രയായിരുന്നു. അത്തരത്തിലൊരു യാത്ര തന്നെയാണ് വി ഡി സതീശൻ നയിക്കുന്നത്. ആ യാത്ര പൂർണ്ണമായി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യാത്ര കഴിയുമ്പോ ഈ പറയുന്ന പോലെ ടീം UDF-ന്റെ ആത്മവിശ്വാസം 100 ഇരട്ടിയാകും എന്ന തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന യാത്രയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് അറബിക്കടലിലെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചിയുടെ മറൈൻ ഡ്രൈവിന് സമാന്തരമായി, അറബിക്കടലിന് സമാന്തരമായി 10,000 അണിനിരത്തി ഒരു മനുഷ്യക്കടൽ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത മഹാപഞ്ചായത്ത് നടന്നത്. ആ മഹാപഞ്ചായത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ തങ്ങളുടെ ബൂത്തുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനുള്ള പ്രചരണ പ്രവർത്തനം നടക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത, ചുമരെഴുത്ത് നടത്തി, പോസ്റ്റർ ഒട്ടിച്ച സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം, ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ലല്ലോ, സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ നിഷ്പക്ഷരും ആഗ്രഹിക്കുന്നില്ലേ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെ കാണണമെന്ന്? തീർച്ചയായും കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും കേരളത്തിൽ ഐക്യ ജനാധിപത്യങ്ങളുടെ ഒരു സർക്കാർ അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ കേരളത്തിലെ നിരവധിയായ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന വിഷയങ്ങളെല്ലാം ഈ യാത്രയിൽ ഓർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള ഈ യാത്രയിലുടനീളം കോൺഗ്രസ് ഉയർത്താൻ പോവുകയാണ്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാതെ അവരെ വഞ്ചിക്കുന്ന അപ്രഖ്യാപിത നിയമന നിരോധനം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. അതിനെതിരായ ശക്തമായ താക്കീത് ഈ യാത്രയിൽ ഉണ്ടാകാൻ പോവുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായ വിദ്യാഭ്യാസ മേഖലയുടെ കുറിച്ചുള്ള സംവാദവും ചർച്ചകളും ഈ യാത്രയിൽ ഉണ്ടാവുകയാണ്. കേരളത്തിന്റെ മുമ്പെങ്ങുമില്ലാത്ത വിധം ആശുപത്രികളിൽ പോയാൽ പാരസെറ്റമോൾ ഗുളിക പോലും ഇല്ലാത്ത തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അധപ്പതനത്തിലേക്ക് മാറിയത് ഈ യാത്രയിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നത് ഈ യാത്രയിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. കേരളത്തിന്റെ മണ്ണ് മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കുകുത്തിയായി മാറുന്ന സർക്കാരിനെതിരായ ജനവികാരം ഈ യാത്രയിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില റോക്കറ്റ് പോലെ കുതിച്ചു വരുമ്പോൾ ആ വിലവർദ്ധനവിന് ശക്തമായി വിലവർദ്ധനവിന് തടയിടാൻ പൊതുവിപണിയിൽ ഇടപെടാൻ കഴിയാതെ നോക്കുകുത്തിയായി മാറിയ സർക്കാരിനെതിരായ ജനവികാരം ഈ യാത്രയിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. കേരളത്തിന്റെ സമസ്ത മേഖലയിലും പരാജയമായി മാറിയ സർക്കാരിനെതിരായ കുറ്റപത്രവുമായിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ യാത്ര നടത്തുന്നത്. ഈ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അനൗപചാരികമായി തുടക്കം കുറിക്കുകയാണ്. ആ അനൗപചാരിക തുടക്കം കുറിച്ച് പിന്നീട് സീറ്റ് വിഭജനം അടക്കമുള്ളവ പൂർത്തിയാക്കി കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒരു കല്ലിൽ കൊത്തിയ ശില്പം പോലെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സംശയവുമില്ല, 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിനെ താഴെ ഇറക്കാനുള്ള പോരാട്ടം പരിസമാപ്തിയിൽ എത്തിച്ചിട്ട് മാത്രമേ ഇനി ഐക്യമുന്നണിക്കും കോൺഗ്രസിനും വിശ്രമമുള്ളൂ എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല, കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ സണ്ണി ജോസഫും ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ AP അനിൽകുമാറും PC വിഷ്ണുനാഥും OJ ജനീഷും അടക്കമുള്ള നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഒന്നാം നിര രണ്ടാം നിര നേതാക്കന്മാർ ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നുമല്ല 100 സീറ്റിൽ കുറഞ്ഞൊന്നും കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല, സ്വപ്നം കാണുന്നില്ല. ആ 100 സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ 71 സീറ്റ് എന്ന മാന്ത്രിക സംഖ്യ ഒറ്റയ്ക്ക് കോൺഗ്രസിന് മറികടക്കാൻ കഴിയുമോ എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ കാണുന്നത്. കാരണം
തരത്തിലുള്ള സർക്കാരിനെതിരായ വികാരമുണ്ട്. ആ വികാരം മുതലാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിന്റെ ഏറ്റവും മുകൾ തട്ടുള്ള നേതാവ് മുതൽ ഏറ്റവും താഴെ തട്ടുള്ള സാധാരണ പ്രവർത്തകന്മാർ വരെ ഭരണമാറ്റത്തിന് വേണ്ടി കൈമേയ് മറന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്.